കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരൻ മാമി എന്ന മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാനത്തിൽ പോലീസിനെതിരെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട്. പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് അന്വേഷണം. പോലീസ് ഇത് ശരിയായ രീതിയിൽ ആദ്യഘട്ടത്തിൽ ഇത് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇന്ന് ക്രൈംബ്രാഞ്ചും ഒരു ഇരുട്ടിൽ തപ്പുന്ന അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. ഇത് പലകുറി ഞങ്ങൾ പല സ്ഥലത്തും പരാതി ഉന്നയിക്കുന്ന കാര്യത്തൊക്കെ കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും മുഖ്യമന്ത്രി മുതൽ എല്ലാ ആളുകൾക്കും പരാതി കൊടുത്തപ്പോൾ ഞങ്ങൾ അതിൻ്റെ എല്ലാ സൂചനകളും കൊടുത്തതാണ്. ഇത് ഏകദേശം ഈ CD ടവർ മുതൽ തലക്കുളത്തൂർ വരെ 63ഓളം CCTV ക്യാമറകളുണ്ട്. CD ടവർ മുതൽ അതിലൊന്നും മാമി പതിഞ്ഞിട്ടില്ല. അപ്പോൾ അന്ന് മുതൽ ഇതിൽ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ച ഉണ്ട് എന്ന് കുടുംബവും അതിനുശേഷം ആക്ഷൻ കമ്മിറ്റി വന്നപ്പോൾ ആക്ഷൻ കമ്മിറ്റിയും ശക്തമായ രീതിയിൽ പറഞ്ഞതാണ്. ഇപ്പം അതിനെ ശരിവെക്കുന്ന എന്താ പറയുക 100% ശരിവെക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നത്. സമീർ സി മുഹമ്മദ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. സമീർ, ഈ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? പോലീസ് അന്വേഷണത്തിൽ എന്തൊക്കെ വീഴ്ചകൾ പറ്റിയെന്നാണ് സമീർ? ലോക്കൽ പോലീസിന്റെ അന്വേഷണത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചു എന്നാണ് ക്രൈംബ്രാഞ്ച് ADGP സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കോഴിക്കോട് നഗരത്തിൽ നിന്ന് ഒരാളെ കാണാതാകുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ടത് പ്രദേശത്തുള്ള CCTV ദൃശ്യങ്ങളാണ്. എന്നാൽ അത്തരത്തിലുള്ള നടപടികൾ ഒന്നും ഉണ്ടായില്ല. മാത്രമല്ല, ലഭ്യമായ സൂചനകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോകേണ്ടിയിരുന്നു. എന്നാൽ അത്തരം കാര്യങ്ങളും ഉണ്ടായില്ല എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ. ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ച് ADGP സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉത്തരമേഖല IG 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ നടപടിക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. അവർക്കെതിരായിട്ടുള്ള അന്വേഷണത്തിലാണ് ശുപാർശ നൽകിയിരിക്കുന്നത്. അതായത് അന്നത്തെ നടക്കാവ് CI ആയിരുന്ന PK ജിജീഷ്, അതുപോലെ തന്നെ SI ആയിരുന്ന ബിനു മോഹൻ, കൂടാതെ 2 CPOമാർ, ഈ 4 പേർക്കെതിരെയാണ് അന്വേഷണം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയുടെയും ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരുന്നു. അവർ ഉന്നയിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്നും ഈ വിഷയത്തിൽ ഉന്നതരുടെ ഇടപെടലുണ്ട്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള അന്വേഷണം വേണം എന്നുള്ള ആവശ്യമാണ് കുടുംബവും അതുപോലെ തന്നെ ആക്ഷൻ കമ്മിറ്റിയും മുന്നോട്ട് വയ്ക്കുന്നത്. ഉമേഷ്, സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.